എങ്ങനെ BJP ഇവിടെ ഒരു മണ്ഡലത്തിൽ ജയിച്ചു വന്നു എന്നുള്ളതാണ്. അത് ഗൗരവമായിട്ട് തന്നെ കാണും. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞു വന്നത് ഞങ്ങളുടെ പരാജയത്തെക്കുറിച്ചാണല്ലോ. നിങ്ങൾ പരിശോധിക്കാൻ വേണ്ടി ഒരു കാര്യം ഞാൻ പറയുകയാണ്. അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2019 LDFന് 71,56,000 വോട്ടാണ് ലഭിച്ചത്. ഞങ്ങൾക്ക് ഇപ്പോൾ 66,64,000 വോട്ടാണ് ലഭിച്ചത്. അപ്പോൾ 4,92,000 കുറവ് ഉണ്ടായി എന്നതാണ് വസ്തുത. 4,92,000 വോട്ട് 2019 നിന്ന് ഞങ്ങൾക്ക് കുറഞ്ഞു. ഈ എല്ലാ ആനുകൂല്യവും കിട്ടിയ നിങ്ങളുടെ സ്ഥിതിയോ? ആലോചിക്കാൻ പറയുകയാണ് ഞാൻ. 2019 96,29,000 വോട്ടാണ് നിങ്ങൾക്ക് ലഭിച്ചത്. ഇപ്പം നിങ്ങൾക്ക് 90,17,000 വോട്ടാണ്. എന്ന് പറഞ്ഞാൽ കൃത്യമായി പറഞ്ഞാൽ 6,11,000 വോട്ടിൻ്റെ കുറവ്. 6,11,840 അത് 12,000 അടുത്തെത്തും. അപ്പോൾ 4,92,000 കുറഞ്ഞ ഞങ്ങൾ, 6,11,000 കുറഞ്ഞ നിങ്ങൾ. ആരുടെ കുറവാണ് വലുത്? ഇതല്ലേ കണക്ക് നോക്കേണ്ടത്. ശതമാനം നോക്കിയാൽ 1 നിങ്ങൾ തോറ്റു എന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ മഹാവിജയം നേടി. ആ മഹാവിജയം നേടിയ നിങ്ങൾക്ക് എങ്ങനെ വോട്ട് കുറഞ്ഞു അത് നിങ്ങൾ പരിശോധിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ആ പരിശോധിക്കാൻ തയ്യാറാകണം. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അത് വേറൊരു ഭാഗത്തെ പറയാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതേസമയം ശതമാനം നോക്കിയാൽ 1.75% LDFന് കുറഞ്ഞു, 2.11% നിങ്ങൾക്ക് കുറഞ്ഞു. ഇത് വോട്ടിംഗ് നിലയിൽ വന്ന കുറവാണ്. അത് കാണാതിരിക്കരുത്. ഇവിടെ രാവിലെ ഒരു കണക്ക് പറഞ്ഞല്ലോ. 2019 ഒരു നിയമസഭാ മണ്ഡലത്തിൽ മാത്രമാണ് BJPക്ക് ലീഡ് ഉണ്ടായിരുന്നത്. അന്ന് നിങ്ങൾക്ക് 123 മണ്ഡലത്തിൽ ലീഡ് നേടാൻ കഴിയും. 2019 16 മണ്ഡലേ LDFന് ലീഡ് ഉണ്ടായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. 2024 ആയപ്പോൾ 11 മണ്ഡലമാണ് BJP ലീഡ് നേടിയിരിക്കുന്നത്. 111 മണ്ഡലം നിങ്ങൾ ലീഡ് നേടി. അപ്പോൾ നിങ്ങളുടെ ലീഡ് 123 നിന്ന് 111 എത്തി.